ഹലോ, അങ്ങനെ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ തിരുമ്പി വന്നിട്ടേ എന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ ശരിക്കും ചിന്തിച്ചു ഇങ്ങനൊരു വീഡിയോ ചെയ്യണം, ഒരു വീഡിയോ എടുക്കണമെന്ന്. ബിക്കോസ് എൻ്റെ യൂട്യൂബിൽ ചാനലിനിടയിൽ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചെയ്ത് ലിറ്റി എവിടെ പോയി കാണുന്നില്ലല്ലോ, ഒരാഴ്ചയായല്ലോ, ഒരു വിവരവും ഇല്ലല്ലോ, അന്നൊക്കെ കുറേ ആരൊക്കെ കമൻറ്റ് ചെയ്തു അന്ന് കാശ് എടുത്തുകൊണ്ട് ATM നിന്ന് പോയതാണല്ലോ, പിന്നെ ഒരു വിവരം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും നമുക്ക് മെസ്സേജിൽ കൂടെ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. എനിക്ക് ഒരാഴ്ചയായിട്ട് യൂട്യൂബിൽ നിന്ന് സ്ട്രൈക്ക് ആയിരുന്നു, 1 വീക്ക്. അപ്പോൾ 7 ഡേയ്സ് കൊണ്ട് എനിക്ക് യൂട്യൂബ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനത്തെ കുറേ ഇഷ്യൂസ് യൂട്യൂബ് എന്താ പറയുക യൂസ് ചെയ്യുന്നവർക്ക് അറിയാമെന്ന് തോന്നുന്നു. എനിക്ക് ആദ്യത്തെ ഒരു അനുഭവമാണിത്. ശരിക്കും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ദുബായി പോയപ്പോഴത്തെ വീഡിയോ ഇട്ടപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ജേഡ് കുളിക്കുന്നൊരു സീൻ വന്നു. അപ്പോൾ അത് ചൈൽഡ് സേഫ്റ്റിയുടെ ഇഷ്യൂ വന്നിട്ടാണ് എനിക്ക് യൂട്യൂബ് സ്ട്രൈക്ക് വന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ആദ്യത്തെ വാർണിംഗ് അലേർട്ട് വന്നപ്പോൾ എനിക്കത് മനസ്സിലായില്ല. കാരണം ഞാൻ ഫോക്കസ് ചെയ്ത് ജേഡ് കുളിക്കുന്നതൊന്നും അല്ലായിരുന്നു. ഞാൻ റൂമൊക്കെ കാണിച്ചപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ ജേഡു ആ ഹോട്ടൽ റൂമിൻ്റെ ഒരു പ്രത്യേകത, റൂമിൽ നിന്ന് നോക്കിയാൽ ബാത്റൂം ഇങ്ങനെ ഒരു സൈഡ് ഫുള്ള് ഗ്ലാസ്സാണ്, അത് തുറക്കാം അല്ലാതെ ചെയ്യാം. അപ്പോൾ ആ തുറന്ന് കിടക്കുമായിരുന്നു, ഗ്ലാസ്സിന് അപ്പുറത്ത് ജേഡ് നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കണ്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ സ്ട്രൈക്ക് വാർണിംഗ് മെസ്സേജ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ എന്തോ ഇഷ്യൂ കൊണ്ടാണെന്ന് വിചാരിച്ച് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ വാർണിംഗ് ചൈൽഡ് സേഫ്റ്റി ഇഷ്യൂ വന്നപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്താണ് പ്രശ്നം. അപ്പോൾ ഞാനും ജേഡും കൂടെ ആ വീഡിയോയുടെ അവസാനം പെപ്സി വെച്ചിട്ട് ചിയേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ടായിരിക്കും ചൈൽഡ് സേഫ്റ്റിയുടെ ഇഷ്യൂ വന്നതെന്ന് വിചാരിച്ച് അതൊക്കെ എഡിറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് പിന്നെ ഇട്ടു. അങ്ങനെ സെയിം മിസ്റ്റേക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് യൂട്യൂബ് സ്ട്രൈക്ക് വന്നത്. അപ്പോൾ ആ ഒരു സ്ട്രൈക്ക് കാരണമാണ് ഞാൻ ഒരാഴ്ച ഇല്ല. ഞാൻ നിങ്ങളെ ഒന്നും കാണാതെ സത്യം പറഞ്ഞാൽ ഒരാഴ്ച എങ്ങനെ പോയെന്ന് എനിക്കൊന്ന് ഞാൻ ഓർത്തിനി യൂട്യൂബുകാരെ വിളിച്ചിട്ട് ലേലു വല്ലു എന്ന് പറഞ്ഞാലെങ്കിലും എൻ്റെ വീഡിയോ അവരെനിക്ക് തിരിച്ചു തരുമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ, നമുക്കൊരു പണിഷ്മെൻറ്റ് കിട്ടിയാലും ഒരു സ്ട്രൈക്ക് വന്നാൽ നമുക്കത് എന്താണ് നമുക്ക് ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ. എനിക്കൊരു ന്യൂ ലെസൺ ആയിരുന്നു. അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ വരാതിരുന്നത്. അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു ചോദിച്ച എല്ലാവർക്കും ആരുടെയും പേരൊന്നും എടുത്ത് ഞാൻ പറയുന്നില്ല. ഒത്തിരി പേരുണ്ട് എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർ, എന്നെ അന്വേഷിച്ചവർ, എന്നെ മിസ് ചെയ്തു. നിങ്ങളെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. നിങ്ങൾ എന്നെ മിസ് ചെയ്തതിനേക്കാളും കൂടുതൽ. കാരണം എനിക്കറിയില്ല ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വർത്തമാനമൊക്കെ പറയുന്ന കൂട്ടത്തിലായതുകൊണ്ടും എനിക്ക് മെസ്സേജൊക്കെ വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടൊക്കെ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്തിട്ട് കൊണ്ട് മിസ്സിങ് കൂടി എനിക്ക് BP ഒക്കെ ഭയങ്കരമായിട്ട് ഹൈ ആയി. ഞാനിപ്പോൾ 24 hours BP മോണിറ്ററിങ്ങിൽ കണ്ടോ, ഒരു വള്ളി പോകുന്നത് ഏതോ മൂവി കാണിച്ചിട്ട് ഈ വള്ളിയുടെ അറ്റം വേറെ ഉണ്ട്. ഇത് കണ്ടോ, BP ഒക്കെ ഞാനിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം BP മെഷീൻ വെച്ചിട്ട്. അപ്പം അത്രയും ടെൻഷൻ അടിച്ച് ഞാൻ കണ്ടോ, ഒരു കുഞ്ഞ് BP മെഷീനൊക്കെ ഉണ്ട്. നമ്മുടെ ബിഗ് ബോസിനകത്ത് ചെയ്യുന്ന പോലെ ഞാൻ ബിഗ് ബോസിലാണെന്ന് എനിക്ക് തോന്നും. ഈ വള്ളി കണ്ട മറ്റേ പൂണൂലിട്ട പോലെയൊക്കെയാണല്ലോ, അതല്ലാതെ കഴുത്തലിങ്ങനെ തൂക്കിയിട്ടേക്കുവാ. അത്രയ്ക്ക് എൻ്റെ BP വരെ ഷൂട്ട് ചെയ്തു പോയി കേട്ടോ. അത്ര ഞാൻ ടെൻഷൻ അടിച്ചോന്ന് വെച്ചാൽ ടെൻഷൻ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. എന്താ പറയണ്ടേ, ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുമായിട്ടല്ലായിരുന്നു. അപ്പോൾ നിങ്ങളുമായിട്ട് എനിക്ക് ഒരു രീതിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതൊക്കെ ഇരുന്നുകൊണ്ടൊരു വിഷമമായിരിക്കാം. അത്രയ്ക്ക് ഞാൻ വിഷമിച്ചു. എനിവേ എന്താ പറയുക, പ്രൈസ് ഗോഡ്, എല്ലാം തിരിച്ചു വന്നു. അപ്പോൾ ഇനി ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ സൂക്ഷിക്കുന്നതായിരിക്കും. എന്തൊക്കെ ശരിക്കും ചെറിയൊരു എന്താ പറയുന്നത് കയ്യബദ്ധം അല്ലെ കുഞ്ഞൊരു മിസ്റ്റേക്ക്, നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം ഇതാണ് റീസൺ. ഇതൊന്നും നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. മെസ്സേജ് കൂടി ഇതൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇനി എൻ്റെ വെറുപ്പീരി വീഡിയോസ് കാണാൻ വേണ്ടി ഇനി ഇപ്പം സ്നേഹിച്ചതുപോലെ തന്നെ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഒരാഴ്ച കൊണ്ട് എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട. എൻ്റെ വ്യൂവേഴ്സൊക്കെ അങ്ങ് ഇടിഞ്ഞു, കുത്തനെ ഷെയർ മാർക്കറ്റൊക്കെ ഇടിയുന്ന പോലെ എൻ്റെ വ്യൂവർഷിപ്പ് ഒത്തിരി ഇടിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ തന്ന സ്നേഹത്തിന്, നിങ്ങളുടെ കരുതലിന്, നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒത്തിരി താങ്ക് യു സോ മച്ച്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് കാണുന്നത് വരേക്കും ബൈ.